മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വചനം ഒന്ന് ചെറിയ രീതിയിൽ ധ്യാന വിഷയമാക്കുകയാണ്. മത്തായി സുവിശേഷം 24 അതിന് 37. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. ഞാൻ അതേ ഒരിക്കൽ കൂടെ പറയാം. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അതിന് 38-ാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പേടകത്തിൽ പ്രവേശിക്കുന്ന ദിവസം വരെയും തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞു പോകുന്നു. അവർ പേടകത്തിൽ പ്രവേശിക്കുന്ന ദിവസം വരെയും തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു. 39-ാം വചനം മത്തായി സുവിശേഷം 24-35. ജലപ്രവാഹം വന്ന് അവർ സംഭവിക്കുന്നവരെയും ജലപ്രവാഹം വന്ന് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നവരെയും അവർ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. മനുഷ്യപുത്രൻ്റെ ആഗമനവും ഇതുപോലെ ആയിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപരിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കാതെ, ദൈവീയ കാര്യങ്ങളോട് താല്പര്യമില്ലാതെ, അതായത് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അവർ നോഹയുടെ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അവിടെ മുഴുവൻ അവർ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപരിച്ചുള്ളൂ. ആധ്യാത്മിക കാര്യങ്ങൾ, ദൈവീയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സംവിധാനത്തിൽ ക്രമീകരണമൊന്നും അവർ സഞ്ചരിച്ചില്ല, ചരിച്ചില്ല, വ്യാപരിച്ചില്ല. അവർ ദൈവത്തോട്, ദൈവത്തിൻ്റെ സംവിധാനങ്ങളോട് ഒന്നും അവർ അതൊരു പാലിക്കേണ്ട, അനുസരിക്കേണ്ട, ചരിക്കേണ്ട വഴിയാണെന്നൊരിക്കലും ചിന്തിച്ചില്ല. അങ്ങനെയെങ്കിൽ റോമർ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അതൊരു വലിയ കെണിയായി നമ്മുടെ മേൽ വന്ന് പതിക്കും. അത് അങ്ങനെയെങ്കിൽ അങ്ങനെ ആ വലിയൊരു കെണിയുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെപ്പോഴും സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി ലൂക്കാസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ 39-40 വചനം പറയുന്നുണ്ട്: കള്ളൻ ഏത് നിമിഷത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ വീട് കുത്തി തുറക്കാൻ ഒരിക്കലും അവനെ അനുവദിക്കുകയില്ലായിരുന്നെന്ന്. കള്ളൻ വരുന്ന സമയം അറിയാമായിരുന്നെങ്കിൽ. എന്നിട്ട് 40-ാമത്തെ വചനം പറയാ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 40-ാം വചനം: പ്രതീക്ഷിക്കാത്ത ആ മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം, മനുഷ്യപുത്രൻ വരുന്നത്. ഇപ്പോൾ ഞാനിതെല്ലാം പറയാൻ കാരണം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സംവിധാനം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അത് ഇവിടെ സകല പാപവും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പാപത്തിൻ്റെ നശ്വരമായ ആനന്ദങ്ങൾ മുഴുകി ആത്മനാശത്തിൻ്റെ വഴിയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയേറെ ഇനിയും തിരിച്ചു നടക്കണം, അനുദപിക്കണം. വളരെയേറെ ഗൗരവതരമായ പാപത്തിൻ്റെ പിടിയിൽ കിടക്കുമ്പോഴും എൻ്റെ മേൽ ദൈവം അയക്കുന്ന, എൻ്റെ ദൈവം, എന്നെ കാണുന്ന ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവം, എൻ്റെ ഓരോ ചലനം നിരീക്ഷിക്കുന്ന ദൈവം, എൻ്റെ ഓരോ പ്രവൃത്തിയിലും നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സംവിധാനത്തോട് ചേർന്നല്ല പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധിക്ക് മുമ്പിൽ ഞാൻ സ്വയം തന്നെ നിൽക്കുകയാണ്, തിരിച്ചറിഞ്ഞു കൊള്ളണം. പിന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി 2 തിമോത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയും വചനവും കൂടെ നമ്മൾ ചേർത്ത് വെച്ചാൽ ഇതിൻ്റെ ധ്യാനം പൂർണ്ണമാകും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥമോഹികളും ധനമോഹികളും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവസാന നാളുകളെപ്പറ്റി പറയുകയാണ്. നമ്മൾ ധനമോഹികളുണ്ടാകും, അതുപോലെ തന്നെ ദൂഷണം പറയുന്നവരുണ്ടാകും, ദൈവദൂഷണം പറയുന്നവരുണ്ടാകും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരുണ്ടാകും, കൃതജ്ഞതകളുണ്ടാകും, വിശുദ്ധിയില്ലാത്തവരുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ, ദൈവം പരിശുദ്ധി മാത്രമാണ്, ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കണമേ നമുക്ക് വിശുദ്ധിയോടുകൂടിയേ സാധിക്കുള്ളൂ. വീണ്ടും തുടർന്നുള്ള വചനം പറയുകയാണ്: അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരുമാകും. ഇപ്പോൾ പോസിറ്റീവ് എനർജിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു. നന്മയെ തിന്മയായിട്ട് വ്യാഖ്യാനിക്കും. എല്ലാത്തിലും ഒരു തിന്മയും കുറ്റവും കുറവും കാണാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏത് നന്മയും അവർക്കൊരു അതിർ സ്വീകാര്യതയില്ല. അത്തരത്തിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. വീണ്ടും അതിൻ്റെ 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 4-ാം വചനം: വഞ്ചകരും എടുത്തുചാട്ടക്കാരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിലും ആസക്തിയിലും മുഴുകുന്നതിലുമായിരിക്കും അവർ. എന്നിട്ട് 5-ാമത് വചനം ആണ് നമ്മളെയും ബാധിക്കാൻ സാധ്യതയുള്ളൊരു വചനം: ഇവർ ഭക്തിയുടെ ബാഹ്യരൂപം
നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നശിപ്പിക്കുന്നു. എൻ്റെ ശുശ്രൂഷ പ്രാർത്ഥനാ ജീവിതങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ഈ ഒരു ഭക്തനാണ്, അല്ലെ ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ബാഹ്യമായ ഒരു എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ആന്തരിക ചൈതന്യത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അങ്ങനെയെങ്കിൽ ഈ നോഹയുടെ ദിവസങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ, നോഹയുടെ ദിവസങ്ങൾ പോലെ തന്നെയായിരിക്കും മനുഷ്യരുടെ ആഗമനം എന്ന് പറഞ്ഞാൽ, നോഹ അതിന് 39-ാമതും 40-ാമതും അതിന് പറയുന്നത് ജലപ്രളയം വന്ന് അവരെ മൂടുന്നവരെ അവരെ അറിഞ്ഞിരുന്നും അവർ ലോകത്തിൻ്റെ നശ്വരമായ ആനന്ദങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ലയിച്ചിരുന്നപ്പോൾ ദൈവിക കാര്യങ്ങളോട്, ദൈവിക സംവിധാന ആത്മീയതയോട് നമുക്ക് യാതൊരു താല്പര്യവും തോന്നാതിരുന്ന കാലഘട്ടങ്ങളുണ്ടെങ്കിൽ നമുക്കിനിയും തിരിച്ചു നടക്കണം. നമ്മൾ ഒരു കെണിയുടെ കീഴിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് അനുദപിക്കേണ്ട മേഖലയോട് തിരിച്ച് അനുദപിക്കണം. അതിനൊന്നും ഉള്ള സമയം കിട്ടുന്നു വരികയില്ല. അതുകൊണ്ട് സ്വീകാര്യമായ സമയത്തോട് നമുക്കും ഏറ്റവും പോസിറ്റീവായി പ്രതികരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.